കേരള കാർഷിക സർവകലാശാല വാർത്തകൾ. വിളകളിലെ കീടനിയന്ത്രണത്തിന് ജൈവ കീടനാശിനികളും. എന്താ ഒരു ചായ കൊണ്ട് എടുത്ത ചായ തന്നെയല്ലേ ഇപ്പൊ 2 എണ്ണം മോന്തിയത്. ഒരെണ്ണം കൂടി എടുക്ക്. ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല. അപ്പ തുടങ്ങും കിടി കിടിയെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പം മെഴുകുതിരിക്ക് ഒരു ആപ്പിൾ മേടിച്ച് കത്തിച്ചാൽ മതിയല്ലോ. കംപ്ലീറ്റ് മെഴുകാത്ര. ഇതെന്തോട്ടത്? കുളിക്കാനാ? കുളിക്കേ എന്താ ചച്ചേ? എനിക്ക് അടുക്കള 100 കൂട്ടം പണിയുള്ളതാ. ഇനി എന്നെ വിളിക്കേ വേണ്ട. ചായ ചായ ചായ. അയ്യോ, എത്ര സമയം ഞാൻ വിളിക്കുന്നു. ചേട്ടൻ ഇപ്പോൾ ഇതിൽ നാടി കളിക്കാ. പിന്നെ അല്ലാണ്ട് എല്ലാം ശരിയാക്കി വെക്കണ്ടേ? കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനുള്ളല്ലേ? അവരിപ്പോ എത്തില്ലേ? ആ കോരൻ ഇപ്പോഴും പെരപ്പുറത്തിരിക്കുക. ആണോ? ആ കുമാരട്ടൻ അവിടെ വന്ന് എന്തൊക്കെയോ വളവളാന്ന് പറയണു. ഇതിന്റെയൊക്കെ മുകളിൽ കയറി ഈ വയസ്സുകാലത്ത്. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഒരംഗത്തിലുള്ള പാല് ഇപ്പോഴും ഉണ്ടേ. കടമിഴിയിൽ കമലദളം കവിളിനയിൽ സിന്ദൂര കടമിഴിയിൽ കമലദളം. ഒന്ന് വേഗം കലക്കുകയായിരുന്നു. അതെ കത്തിച്ചിട്ടേ നീ ഇതുവരെ. ഇതെന്തായാവോ? എന്താ കോരാ കേക്കണ്ട നീ? ആ ഓടട്ട് ഇപ്പഴത്തേക്ക് വെക്കടാ. എന്തിനു കുമാരട്ടാ? ഇത് നല്ല ഓടാന്ന്. അതെനിക്കറിയാം. എന്നെ പഠിപ്പിക്കണ്ടാ. ആ മുറിയിലേക്ക് ഇത്തിരി വെട്ടവും വെളിച്ചവും കേറട്ടടാ. കൊണ്ട് അവിടെ ഇപ്പോൾ ഓടില്ലാന്ന് വെച്ച് എവിടെ ഓടില്ലെന്ന് വെച്ച് കാക്കൂസിനെ വേറെ വഴിയില്ലാതോ? ഓടൊന്നും ഇപ്പൊ കിട്ടാനില്ല. നീ എന്തുട്ടാ കാട്ടണേ? കുട്ടികളുടെ റൂമിൽ ഓടാൻ മാറ്റാൻ പറഞ്ഞേ. ഞാൻ മര്യാദക്ക് പറഞ്ഞത്. കുമാരേട്ടാ, നിങ്ങളെ പറമ്പിലേക്ക് പോയി ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, ബുദ്ധിപരമായ സഹായം വേണ്ടതും വേണ്ട. കുട്ടാ കേൾക്കില്ല. പുറത്തുനിന്ന് വെള്ളടിക്കാം. ഇടാൻ കൊടുക്കണ ചാണാനൊക്കെ കുമാരട്ട തിന്നെ. അമ്മ മോട്ടർ നോക്കിയ പൊക്കം വെക്കാണ്ടിരിക്കണ. നീ ഇതൊരു പോയില്ലേ? കുട്ടികളുടെ ഫ്ലൈറ്റ് എത്താറായി. നല്ല അമ്മാവൻ. പോകാമേ, ടൈം ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. 1.5 മണിക്കൂർ എടുക്കില്ലേ? നീ ആ ജംഗ്ഷനിൽ പോയി ടാക്സി പിടിച്ചോ. പോയി. ശില്പേ, കുട്ടൻ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അമ്മേ, എസിയുടെ റിമോട്ട് കിട്ടിയോ? അതിന് തേടാത്ത സ്ഥലമില്ല. പാച്ചുവിന്റെ പഴയ ഉടുപ്പെല്ലാം നമ്മളൊരു അലമാരയിൽ എടുത്തു വെച്ചിട്ടില്ലേ? അതിന്റെ ഇടയിന്ന് കിട്ടി. ശരി ശരി. പിന്നെ അച്ഛൻ ചോദിച്ചു, പിള്ളേരുടെ അഡ്മിഷൻ വരുമ്പോഴെങ്കിലും നിനക്ക് വീട്ടിലേക്കൊന്ന് വന്നുകൂടെന്ന്. അമ്മ, എത്ര തവണയാ ഞാൻ പറയാ, എനിക്ക് ലീവ് കിട്ടണില്ല. പിന്നെ അഡ്മിഷൻ കഴിഞ്ഞ അടുത്ത ഫ്ലൈറ്റിന് ഞാൻ ദുബായിക്ക് തിരിച്ചു വരും. എന്തായാലും കുട്ടികളുടെ വെക്കേഷൻ വരെയല്ലേ, അപ്പൊ 1 മാസം നിക്കാലോ. വെക്കേഷനോ? അതിന് 1 വർഷം കഴിഞ്ഞിട്ടല്ലേ? അമ്മ, ഞാൻ പറഞ്ഞില്ലേ. ലീവ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ശരിടി മോളെ, അമ്മ വെക്കട്ടെ. ശരി അമ്മ, ഞാൻ വിളിക്കാട്ടോ. എന്തു പറ്റി ശില്പേ? ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മരെല്ലാം അങ്ങനെ പതുക്കെ കഴിച്ചോളാം. നിനക്ക് കഴിക്കുമ്പോഴെങ്കിലും ആ കുത്തലും നിർത്തിക്കൂടെ? നീ ഇപ്പൊ എത്രല്ല പഠിക്കണേ? നിന്നോടാ ചോദിക്കണ എത്രല്ല പഠിക്കണേന്ന്. എന്നിട്ട് ഇതുപോലെ പിള്ളേരൊന്നും വേണ്ടില്ലേ? ഡ്രൈവറാന്ന് വിചാരിച്ചിട്ടുണ്ടാവോ? നിങ്ങക്ക് ഞാനാരെന്ന് മനസ്സിലായ? കുട്ടനാങ്കിളടാ. എന്നിട്ട് കുറെ നേരമല്ലോ കോഴി ചിക്കണ പോലെ ചിക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെയാ നമ്മള് പിള്ളേരെ പഠിപ്പിച്ചു വിട്ടേക്കണേ? Wear that mask. Disgusting. ഇതെന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററാ? What? അവിടെ ഒന്നും ആരും മാറില്ലടാ. Not like this.
ഹലോ ആരാ? കുട്ടിട്ടാ ശില്പയാണ്. സുഖല്ലേ? ആ എന്തുട്ടേ, എന്തൊരു സുഖം. ഇവിടെ പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് അങ്ങനെ പോണു. അവിടെ എന്തൊക്കെയാ? പിന്നെ കുട്ടിട്ടാ, അത് ഫ്ലൈറ്റിൽ നിന്ന് കുട്ടികളൊന്നും കഴിച്ചു കാണില്ല. 4-5 മണിക്കൂറായല്ലോ. ഇനിയിപ്പോ വീടെത്തുമ്പോ ലേറ്റും ആവും. ഏതെങ്കിലും നല്ല വൃത്തിയുള്ള ഹോട്ടലിൽ കയറിക്കോളൂ. കാശൊന്നും നോക്കണ്ട. എന്നിട്ട് 2 ഉണ്ണി വേറെ ഇറക്കാനല്ലേ, അതൊക്കെ മുടയിലുണ്ട്. അല്ല, അവരുടെ അനക്കൊന്നും കേൾക്കണില്ലല്ലോ. അവരവിടെ ഇല്ലേ? ആ അനക്കൊന്നുമില്ല. 2 കേറിയപ്പോ മുതല് എന്തോ സ്ലൈറ്റ് പോലത്തെ സാധനത്തുമ്മേല് ചിക്കിക്കൊണ്ടിരിക്കണ്. എന്നിട്ട് എന്റെ പേര് ഐപാഡാണോ? ആ എന്നിട്ടായാലും വലിയ പാടാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 കഴുത്തോടി കൂട്ടാ. കേക്കട്ടെ നീ. ആ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കണ്ണി കണ്ട മണ്ണിരനൊക്കെ പിടിച്ച് നമ്മള് ചൂണ്ടിട്ട് നടന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട് നിനക്ക്? ദുബായിലുണ്ടോ മണ്ണിര? ഹലോ ഹലോ, നടന്നോളൂ. നടക്ക് നടക്ക്. ഓ വാമു ഓട് ഓട്. ആ അയ്യോ ഓടണ്ട ഓടണ്ട. അയ്യോ വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ? അത്ര അങ്ങോട്ട് ചിരിക്കാനൊന്നും കേട്ടോ. അമ്മേനേക്കാൾ 5 വയസ്സിനുള്ളത്. മിണ്ടാണ്ട് പാടാ മക്കളെ. ചെരുപ്പ് ഇവിടെ ഇവിടെ വന്നോളൂ. ഞാൻ ആ തൊമാപ്പള കണ്ടുവരാം. വരും. അമ്പലത്തിനകത്ത് കയറുമ്പോഴെങ്കിലും പറയാനും കേൾക്കില്ല. ആ ടോണിയെ എന്തുട്ടാ? ഇല്ല ഞാൻ വീട്ടിലില്ല. ഞാൻ അമ്പലത്തിൽ. എന്താ? ആ ഏയ് നീ പരിസരത്തുണ്ടാ? എവിടെയല്ലേ? അങ്ങോട്ട് വാ അങ്ങോട്ട് വാ. ആ തിരുമേനിയേ. ആ ആ മേടിച്ചു മേടിച്ചു. താങ്ക് യു അങ്കിൾ. സോറി അങ്കിൾ, എനിക്ക് ബനാന വേണ്ട, എനിക്ക് കിറ്റ്കാറ്റ് മതി. അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ. ദുബായിൽ നിന്ന് വന്ന കുട്ടികളാണേ. ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതൊന്നും അറിയില്ല. വരൂ വരൂ. അവര് ദുബായിൽ ഇത് വല്ലതും കണ്ടിട്ടുണ്ടോ? ആ സുശീലേ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഇതിപ്പോ എന്തുടത്? കടവടയും പാലിന്റെ കാശും കായ്ക്കളുടെ കാശും എന്നെ തരാം. ഏയ് നീ എന്തൊരു കിടന്ന് കളിക്കുക? ഇത് കായക്കളുടെ കാശ് മാത്രല്ലേ ഉള്ളൂ. അതെ, ആ എന്നാ പാലിന്റെ കാശ് അവിടെ നിൽക്കട്ടെ. പിന്നെ തന്നെ ഊത്തപ്പം വേണോ പെണ്ണെ? ബോണ്ട വേണോ? ഊത്തപ്പം വേണോ പെണ്ണെ? അവളുടെ അപ്പനാരാന്ന് അറിയും നിനക്ക്? നിന്റെ ബോണ്ട് ഇടിച്ചാൽ ഊത്തപ്പം. ഫേസ്ബുക്കിൽ നോക്കി ആരും തല്ലെയൊന്നുമില്ലോ. എന്നിട്ട് ഞാൻ അവളെ പോക്കി അവളെ മെസ്സേജ് ചെയ്യും. വേണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് വെച്ച് ഞാൻ അവളെ ഫോളോ ചെയ്യും. വേണ്ടി വന്ന് ക്യാൻഡി ക്രഷ് ഇട്ട് അലക്കലക്കും കുട്ടേട്ടാ. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച അവളുടെ കുടുംബങ്ങളൊക്കെ നീ. എന്നാ പിന്നെ നമുക്ക് തൽക്കാലം ഷട്ട് ഡൗൺ ചെയ്യാം. നീ വെറുതെ കാര്യമില്ലാത്ത കാര്യങ്ങളൊന്നും കാണിക്കില്ലട്ടോ അവളെ. പിന്നാണ്ട് കുട്ടനെ ഒഴുകി ഞാൻ പോയിട്ട് വരാം. ശരിക്കും ഷട്ട് ഡൗൺ ചെയ്ത് കാണിക്കൂ. ഓ അപ്പൊ നീ അമ്പലത്തിൽ കയറില്ലേ? ഇല്ല, ഞാനേ നമ്മുടെ ടോണി വന്നിട്ടുണ്ടായിരുന്നു കായ്ക്കളുടെ കാശായിട്ട്. അവര് ഇറങ്ങിയില്ല ഇതുവരെ. ഇതെന്തു ചോദിച്ചേ? മോന്തിക്കൊരു വോൾട്ടേജ് കുറവ്. പറഞ്ഞു പിടിച്ചു വന്നപ്പോഴേക്കും പിള്ളേര് പോവാറായി. അവരൊക്കെ വന്നപ്പോഴാ ഒരു അനക്കൊക്കെ ഉണ്ടായല്ലേ. ശരിയാ, ഒരാഴ്ച കൂടിയൊക്കെ നിർത്തായിരുന്നു. നിനക്കും പറ്റണില്ലല്ലേ? സാരമില്ല, ഞാൻ കയ്യോടെ പോയി ആ തോങ്ങപ്പള്ളിയുടെ വണ്ടി റെഡിയാക്കുന്നുണ്ട്. അയാളുടെ വണ്ടിയാകുമ്പോഴേ നല്ല സൗകര്യണ്ടേ. മറ്റന്നാ കൊടൈക്കനാലിൽ പോകണ്ടല്ലേ? ആ നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി റെഡി ആയിക്കോ. ഞാനെന്തുട്ടിന് റെഡി ആവണേ? കുട്ടികളെന്നെ പോണേ. ഒന്ന് പോടാ, അവരെ കൊണ്ടാക്കണം നീയല്ലേ. അമ്മേ ആ ഇത് നടക്കില്ലേട്ടാ. എന്തേ ഉണ്ണിയപ്പം ഉണ്ടാക്കണതാ? അതല്ല, കൊടൈക്കനാലിലേക്കൊന്നല്ല, ഒരു കനാലിലേക്ക് ഞാൻ പോയില്ലേ. എന്തിട്ടത്? ഞാൻ ഡ്രൈവറാ. ഏടാ കുട്ട, വേറെ ആരുടെ കൂടെയാടാ വിശ്വസിച്ചാ കുട്ടികളെ ഒന്ന് അയക്ക? എന്നിട്ട് അവക്ക് ഉണ്ടാക്കിയാല് വലിയ ദുബായിക്കാരെ അമ്മയാണ് കുമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം? ഒരു ഓണത്തിന് പോലും വിളിക്കില്ലേ. ഇപ്പം അവളുടെ ആവശ്യം വന്നപ്പോൾ നമ്മൾ തന്നെ വേണ്ടി വന്നില്ലേ? അതോട് നേരിട്ട് വിളിച്ചോ? ഇല്ലല്ലോ.
നീ എന്തൊക്കെയായി പറയണത്? പിന്നണ്ട് അവൻ എന്നിട്ട് പറയണേ കുട്ടികളെ കൊണ്ട് കൊടൈക്കനാലിൽ എത്തുമ്പോഴേക്കും അവൾ അവിടെ വരും ഇത്ര. എന്നാ പിന്നെ അവൾക്ക് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോക്കൂടെ? എനിക്ക് നാളെ പറമ്പിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവൾ ഒന്ന് കളിച്ചു തരുമോ? പിന്നെ പഠിച്ച പെണ്ണിപ്പോ നിന്റെ കൂടെ കളിക്കാൻ വരികയല്ലേ? വലിയ പഠിച്ച പെണ്ണാത്രേ. തേക്കണ്ട് നോക്കിയേ അമ്മ ഇങ്ങോട്ട് നോക്കാൻ. എന്താ? അതെ, ഒരു സെന്റ് തന്നിട്ടുണ്ട് അവൾ എനിക്ക് ഇതുവരെ. എന്താ? ഒരു സെന്റ് തന്നിട്ടുണ്ടാന്ന്. അതിന് നീ സെന്റ് അടിക്കില്ലല്ലോ. സെന്റ് അടിക്കില്ല, എന്നാൽ ആ ജന്തുക്കൾ എന്നെ കൊണ്ട് കൊണ്ടുവിടാൻ വയ്യ. നിന്നെ കൊണ്ട് വയ്യെങ്കിൽ വേണ്ട. വേണ്ട, നീ പോയി അമ്മാവനോട് പറയും. ഞാൻ പറഞ്ഞോണ്ട്. എനിക്ക് കാര്യം പേടിയൊന്നുമില്ല, എനിക്ക് കുറച്ച് നിലമേലൊക്കെ ഉണ്ട്. ചന്ദ്ര എന്തിനു വെച്ച് ചന്ദ്ര സൂര്യനെ കുളിക്കണം? എന്തിനോടെ രണ്ടാളും കൂടി? കൊടൈക്കനാലി ഞാൻ ഇപ്പൊ പോട്ടെ എന്ന് ചോദിക്കാം. ഞങ്ങള് ബാങ്കിലെ സ്റ്റാഫ് എല്ലാം കൂടെ പണ്ട് ഊട്ടിയിൽ പോയപ്പോ വാങ്ങിയതാ. നീ വെച്ചോ. ഇതെന്ത് ഇതുപോലത്തെ ഓർമ്മ വേണമെന്ന് ഞാൻ ഇപ്പൊ അമ്മയോട് പറഞ്ഞുള്ളൂ. പാളയം കൂടെ നമ്മുടെ ചേർത്തുന്നില്ലേ? നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നത് തന്നെ. ചേച്ചി കുട്ടികൾക്ക് കൊടുത്തേക്കെന്താ ചന്ദ്ര വല്ല കാര്യം ഉണ്ടായിരുന്നു. വെറുതെ ഇവിടുന്ന് ദിവസം ഭക്ഷണം കഴിക്കുന്ന എന്നെ അടിച്ചു കൊല്ലം. മനസ്സിലായിട്ടുണ്ട്. Okay. Thank you. All right. So the cab is ready. Shilpa se. നീ മധുര എയർപോർട്ടിൽ എത്ര മണിക്ക് എത്തും? മോർണിംഗ് ഒരു 4:30. ഓക്കെ, ഈ ടാക്സിക്കാരെ വിളിച്ചാൽ മതി. They'll come and pick you up. ഷോ, എന്നാ പിന്നെ നമ്പർ സേവ് ചെയ്യാം. ഫൈൻ, അങ്ങനെ ആ ടെൻഷൻ ഒഴിഞ്ഞു കിട്ടി. മധുര എയർപോർട്ടിൽ നിന്ന് കൊടൈക്കനാൽ എത്ര ടൈം എടുക്കും? ഒരു മാക്സിമം 3.5 hours. അപ്പൊ പിന്നെ കറക്റ്റ് ആയില്ലേ? യു വിൽ റീച്ച് ഓൺ ടൈം. പിന്നെ ഞാൻ ആ ടാക്സിക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ അഡ്മിഷന് ശേഷം he'll drop you back at the airport. താങ്ക്സ് ഡ്യൂഡ്. No worries. Okay. Okay. മതി, ലെറ്റ്സ് ഗോ. നീ വാ. ഫൈൻ. നമുക്ക് ഡാൻസ് കളിക്കാം. അയ്യോ, അമ്മമ്മക്ക് ഡാൻസ് അറിയില്ല. മതിയോ? പിന്നെ ഇങ്ങനെയും ഇങ്ങനെയും. പാച്ചു, 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 മോനെ, മോനെ പാച്ചു. അപ്പൂപ്പൻ ചേട്ടനെ കൊന്നു അമ്മേത് പറഞ്ഞു കൊടുക്കും. പാച്ചു ജടക്കുറുമ്പാ പറ്റിച്ചേ, അപ്പൂപ്പനെ പറ്റിച്ചേ. നീ കൊള്ളാലടാ ചക്ക. വണ്ടി വന്നുട്ടാ. തോക്കൊക്കെ ആയിട്ട് ഇതെന്താ തീവ്രവാദികളാ? അപ്പുറത്തേക്ക് പോയാ കുമാരേട്ടാ, ആ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തോ. ആയിക്കോട്ടെ, ഇപ്പൊ എടുക്കാം. എന്തുട്ര കിടന്ന് കാണിക്കണേ? ഇതെങ്ങനെ തുറക്കണെന്ന് അറിയില്ല നിനക്ക്? ചോദിക്കാൻ പറഞ്ഞല്ലോ. ആ തോമാപ്പിളന്ന് വിളിച്ച് അവിടെ ഇരുന്ന് നന്നായിട്ട് താങ്ങണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ചോദിച്ചോടായിരുന്നു നിനക്ക്? എടാ കുട്ടാ, തോമാപ്പിള എന്തിനു പറഞ്ഞടാ? ഒന്നും പറയണ്ട, കത്തി വെച്ച് കൊന്നു. അങ്ങോട്ട് പറയണത് ലോകത്ത് ഇതുപോലത്തെ വണ്ടി വേറെ ഇല്ല അത്ര. ഈ സാധനം വേറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. മമ്മൂട്ടിയുടെ കൂടെ വർഷോ കൊല്ലോ അങ്ങനെ ഏതൊരു പടം ഇല്ലടാ. എല്ലാരും ചിരിച്ചേ. ടോണി സാറ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി വെക്കോ. തവളെ വെറുതെ തവള കൂളിംഗ് ഗ്ലാസ് വെച്ചോ നടക്കുക. എടാ പാച്ചു, ഫോൺ എടുക്കടാ. ഹലോ അമ്മ. പാച്ചു, നീ ചെക്ക് ലിസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ, ഒന്നും മിസ്സാവരുത്. നോ അമ്മ, എവറിത്തിങ് ഈസ് ഫൈൻ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. നീ അമ്മൂന്റെ ഫോൺ കൊടുക്ക. അമ്മ. ഹലോ. അമ്മൂട്ടി, രണ്ടുപേരും വഴക്കിടരുത് കേട്ടോ. ഓക്കെ. മിടുക്കരായിട്ടിരിക്കണേ. അമ്മ പിന്നെ വിളിക്കാം കേട്ടോ. ബൈ, ഐ ലവ് യു. ലവ് യു ചക്ക. ബൈ ബൈ. ഈ സാധനങ്ങൾ മാറ്റിയേ, അകത്തന്നെ കിട്ടൂടെ? ഇതൊക്കെ എന്തുണ്ട് ചന്ദനൊക്കെ തൊട്ട്. ഞാൻ കല്യാണത്തിന് പോണേ. എന്നോട് കാണിക്കണ പോലെ കുസൃതി കുട്ടികളോട് കാണിക്കരുത് കേട്ടോ. ഞാനൊന്നും പറയണില്ലേ. പിള്ളേര് നല്ല രീതിയിൽ നിന്നില്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ പിടിച്ച് കാട്ടിക്കളഞ്ഞ. സാധനമൊക്കെ എത്തിയാ? അതൊക്കെ എടുത്തു വെച്ചു. അപ്പൂപ്പ, നന്നായി വരട്ടെ. ഞാൻ പറഞ്ഞൊക്കെ ഓർക്കണം കേട്ടോ. പിന്നെ മോടെ കാര്യം നീ നോക്കണം
കേട്ടാ. ഓക്കേ പൂപ്പ. ആ അമ്മൂമ്മ ഞാൻ ചേട്ടക്കാരൻ നോക്കിക്കോളും. Don't worry. വല്യമ്മ അമ്പലത്തിൽ പോയിട്ട് വരിക. സന്ധ്യക്ക് നാമൊക്കെ ചൊല്ലണേ. എന്റെ മോള് നന്നായിട്ട് പഠിക്കണേ കേട്ടോ. ആ ഇറങ്ങി. നിനക്ക് ഓർമ്മയില്ലേ അബുദാബി വെച്ചൊരു വണ്ടി ഇങ്ങനെ ആയത്? പക്ഷെ അത് നമ്മള് വണ്ടി ആയിരുന്നില്ലേ? ശരിയാ. മാറിയ ചരിത്രം പറയണ്ട്. അങ്ങോട്ടൊന്ന് മാറി നിനക്കറിയോ? കാണാനാ. ഹലോ, എന്തൊരു ചെയ്യണേ? പിന്നെന്തിനാ അങ്കിൾ ഇത്? മൂത്തവര് ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യണേട്ടാ. എന്തിനറിയോ? നല്ല സൗണ്ട് അല്ലേ? ഞാൻ ആരാ ഡോർ അടച്ചേ? നമ്മുടെ ബാഗ് കൊണ്ട് പോടാ. ഞാൻ ഫ്രണ്ട് കിട്ടി സാർ. നീ എന്തൊക്കെ ചെയ്യണേ? അവന്റെ മോന്തടിച്ചു പിടിക്കാൻ വേണ്ട. അവനെന്തെങ്കിലും പറ്റി ആരെ സമാനം പറയാ? ബാഗും മൊബൈലും അതൊക്കെ വേറെ വാങ്ങിയാ പോലെ. നിന്നെ വല്ല പോലീസ് പിടിച്ചിട്ടു അറിയോ നിനക്ക്? അവന്റെ മുഖ്യത് ചോര വരണ്ടായിരുന്നു.